നമസ്കാരം. പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ പാരമ്പര്യ സ്വത്തുക്കൾ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്, അതിന്റെ കണക്ക് എങ്ങനെയൊക്കെയാണ്, ആ തുല്യ അവകാശമല്ലേ, നമ്മുടെ രാജ്യത്തുള്ള ആ നിയമം വെച്ചിട്ട് നമുക്ക് കിട്ടേണ്ടതല്ലേ, അപ്പൊ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നടക്കുന്ന വഴക്കും ബഹളങ്ങളും ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ക്ലിയർ ചെയ്യേണ്ടത്, ഇതിന്റെയൊക്കെ പിന്നിലുള്ള നിയമവശങ്ങളൊക്കെ എന്തൊക്കെയാണ്, നമുക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളെല്ലാം മറ്റുള്ളവര് കൂടെ നിൽക്കുന്ന സഹോദരങ്ങൾ തന്നെ ശത്രുക്കളായി അതൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിലെ ന്യായം എന്താണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് പലരും പല രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാനൊരു അടിസ്ഥാന കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇനി അല്ലെങ്കിൽ എന്റെ മെസ്സേജിലൂടെ ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്നത് മോക്ഷം അല്ലെങ്കിൽ ഇനി ഒരു ജന്മം കിട്ടാത്ത ലെവലിൽ ഈ ജന്മത്തിൽ തന്നെ നമ്മുടെ കർമ്മം എല്ലാം പൂർത്തീകരിച്ച് ആ ഒരു ദൈവത്തിലേക്ക് എത്തുന്ന ആ വഴികളൊക്കെയാണ് ഞാനീ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ശരിക്കും ഈ സ്വത്തുക്കൾ, പാരമ്പര്യ വസ്തുക്കള്, ധനം, സഹോദരങ്ങൾക്ക് കൂടുതൽ പണം, എനിക്ക് അവകാശപ്പെട്ടത് കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഭൗതികമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളിലൂടെ മനസ്സും നമ്മുടെ പ്രതീക്ഷകളും വെച്ച് നടക്കുന്നവർക്ക് ശരിക്കും ആ ജന്മത്തിൽ ഒരു പൂർത്തീകരണം വരൂല. ഈ ജന്മത്തിൽ ആ ഒരു പെർഫെക്ഷൻ വരാത്തത് കാരണം ഇനിയും അടുത്ത ജന്മങ്ങൾ വേണ്ടി വരും. കാരണം അവർക്ക് തൃപ്തിയാകുന്നില്ല. അപ്പൊ ഈ ജന്മത്തിൽ അവർ ഉദ്ദേശിച്ചതുപോലെ വസ്തുക്കളോ ധനമോ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെ അടുത്ത ജന്മം എടുത്ത് വരേണ്ടി വരും. അപ്പൊ അടുത്ത ജന്മത്തിൽ ഇവർക്ക് ഇപ്പോൾ കിട്ടാത്ത ധനവും കാര്യങ്ങളൊക്കെ അടുത്ത ജന്മത്തിൽ കിട്ടുകയും ഈ ജന്മത്തിൽ ഉണ്ടായിരുന്ന പല ഗുണങ്ങൾ അടുത്ത ജന്മത്തിൽ ഇല്ലാതെ പല കർമ്മത്തിന്റെ ഫലങ്ങൾ ഇനി അടുത്ത ജന്മത്തിൽ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ തിരിച്ചും മറിച്ചും കൊടുത്തും ഇല്ലാതെയും ഉണ്ട് ഇല്ല ഇങ്ങനെയൊക്കെ വന്നാണ് ശരിക്കും ഇതൊന്നും വേണ്ട, എനിക്ക് ദൈവം മതി, എനിക്കിനി ഉള്ള എന്തെങ്കിലും കിട്ടുക, ഭൂമിയിൽ ജീവിക്കുക, എത്രയും പെട്ടെന്ന് അങ്ങ് മോക്ഷം അല്ലെങ്കിൽ ദൈവത്തിലോട്ട് എത്തുക, അത് മതിയേ എന്നൊരു പ്രാർത്ഥനയിലേക്ക് എത്തുന്നത് ഇങ്ങനെയുള്ള മനസ്സെല്ലാം പല ജന്മങ്ങളിലൂടെ ഈ ഒരു മനസ്സെല്ലാം മാറി 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 പാകപ്പെടുമ്പോഴാണ്. അപ്പൊ പലരും ഇതിനെ വിളിച്ച് ചോദിക്കുന്നത്, നമ്മൾക്ക് ഈ കൂടുതലും ഈ കുടുംബപരമായിട്ടുള്ള തർക്കങ്ങളാണ് പലരും എന്നെ വിളിക്കുന്നത്. അത് കാരണം സ്വന്തം അമ്മയുമായിട്ട് വഴക്കും ബഹളവും, അച്ഛനുമായിട്ട് വഴക്ക്, സഹോദരങ്ങളായിട്ട് തന്നെ പറയണ്ട. അപ്പൊ ഇത് വെച്ചുകൊണ്ട് പലരും എന്നെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ പറയേണ്ട ഒരു കാര്യം, ഇതെല്ലാം വിട്ടാലേ നമുക്ക് ആ ദൈവമായിട്ടൊരു ബന്ധം കിട്ടുകയുള്ളൂ. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വിടുക എന്ന് പറഞ്ഞാൽ അങ്ങ് ഉപേക്ഷിച്ചിട്ട് തെരുവിലിറങ്ങാനല്ല പറയുന്നത്, മനസ്സുകൊണ്ട് അങ്ങ് വിടുക. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, വന്ന് പോയാ പോയി. ഈ ഒരു മനസ്സ് നമ്മൾ എത്തണം. നമ്മുടെ ലക്ഷ്യവും ചിന്തയും എല്ലാം ഈ പാരമ്പര്യ വസ്തുക്കള്, സ്വത്തുക്കള്, അച്ഛൻ എന്നോട് നീതി കാണിക്കുന്നില്ല, അമ്മ പക്ഷപാതം നിന്നും കൊണ്ട് എന്നെ ഒഴിവാക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം അവർക്ക് ദൈവമായിട്ട് അടുക്കാൻ പറ്റൂല. അപ്പൊ ദൈവമായിട്ട് അടുക്കണമെങ്കിൽ ഇത് വിട്ടേ അതിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ എന്തൊക്കെ നേടിയാലും, ഇപ്പൊ നമ്മുടെ പഴയ കഥകളിൽ തന്നെ നോക്കിക്കൊള്ളാം, രാജ്യം ഭരിച്ചിരുന്ന രാജാവാണെങ്കിൽ പോലും ലോകമെല്ലാം വെട്ടിപ്പിടിച്ച് അയൽ രാജാവിനെ എല്ലാം കൊന്ന് ഒരുപാട് രാജ്യങ്ങൾ നേടി എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇതെല്ലാം മക്കൾക്കായിട്ടൊക്കെ കൊടുത്ത് കൊട്ടാരമൊക്കെ വിട്ട് ആഭരണങ്ങളെല്ലാം ഊരി മാറ്റി ഒരു വെള്ള ഡ്രസ്സ് കൊടുത്തിട്ട് ഞാൻ ഇനി ദൈവത്തിലേക്ക് ഒരു സന്യാസ ജീവിതം. ശരിക്കും അങ്ങനെയാണ്. നമ്മൾ എന്തൊക്കെ നേടിയാലും എത്രയൊക്കെ കിട്ടിയാലും ദൈവമായിട്ടൊരു ബന്ധം വരണോ, ഇതെല്ലാം കളയേണ്ടി വരും. കളയുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് കളയേണ്ടി, ചിന്തയിലത് വരരുത്. വരണമെങ്കിൽ വരും, കിട്ടിയാ കിട്ടി, പോയാ പോയി എന്ന മനസ്സിൽ വേണം വെക്കാൻ എന്നാണ് ഇപ്പൊ പറയുന്നത്. അല്ലാതെ പണ്ടുള്ളവർ ചെയ്തതുപോലെ വീടൊക്കെ ഉപേക്ഷിച്ച് ഏതെങ്കിലും കാട്ടിലോ ഗുഹയിലൊക്കെ പോയി ഇരിക്കാനല്ല പറയുന്നത്. നമ്മുടെ മനസ്സുകൊണ്ട് ഇതൊക്കെ അങ്ങ് ഉപേക്ഷിക്കണം. ബൈബിളിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന്. അപ്പൊ നമ്മൾ മനസ്സുകൊണ്ട് പലതും ഉപേക്ഷിക്കാത്തത് കൊണ്ടാണ് നമുക്കത് ലഭിക്കാത്തത്. കാരണം എനിക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്, നമ്മൾ ദൈവം ഭൂമിയിൽ ഓരോരുത്തരെ അയച്ചിരിക്കുന്നത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആത്മീയ ലക്ഷ്യത്തിലേക്ക് എത്തി അതിലൂടെ ആത്മീയ വളർച്ചയും ഭൗതിക വളർച്ചയും ഒക്കെ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കിട്ടേണ്ട പലതും നമുക്ക് കിട്ടുന്നില്ല. ദൈവത്തിൽ നിന്നുള്ള ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അതാണ് എന്റെ വാസ്തവം. കാരണം നമ്മൾ അച്ഛൻ വഴിയുള്ളത് എത്ര, അമ്മ വഴി എത്ര കിട്ടുന്നു, ഇതിലാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത്.
നമ്മളിലൂടെ ദൈവം വെച്ചിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അത് നമ്മൾ പിടിച്ചു വാങ്ങിച്ച് അതിൽ വെച്ച് അത് കയ്യിൽ വെച്ചിരിക്കുമ്പോൾ ദൈവം നിങ്ങളിലൂടെ അല്ലെ നിങ്ങളുടെ ആത്മീയ വളർച്ചയിലൂടെ ഒരു സൈഡിൽ ദൈവം വെച്ചിരിക്കുന്ന ഭൗതിക നേട്ടങ്ങൾ അവിടെ കട്ടായി പോവുകയാണ്. കാരണം നമുക്ക് ആത്മീയമായ ഒരു വളർച്ച വന്നാൽ മാത്രമേ ഭൗതികമായ ഒരു വളർച്ചയെ ഒരു സൈഡിൽ വരുള്ളൂ. ഈ ആത്മ വളർച്ച ഉദ്ദേശിക്കുന്നത് ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് ആ നിയോഗം കണ്ടെത്തി അതിലേക്ക് വളർന്നു വരുമ്പോഴാണ്. അല്ലാതെ ദൈവം എന്ന് പറഞ്ഞ് ധ്യാനിച്ചുകൊണ്ട് തിരിക്കലോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജോലിക്കായിട്ട് ഇറങ്ങലോ അല്ല ഈ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. അതൊക്കെ ഈ കാലഘട്ടത്തിൽ മനുഷ്യർ പറയുന്ന ചില വ്യാഖ്യാനങ്ങളാണ്. ആത്മീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കണ്ണക്കടച്ച് ഒരിടത്ത് ചമ്പളം കൂട്ടിയിരുന്ന് ഇങ്ങനെ ഇരുന്ന് കണ്ണൊക്കെ എരിഞ്ഞ് മർമരിച്ച് ഇരുന്ന് മന്ത്രമൊക്കെ ജപിച്ച് ഇതാണ് ആത്മീയം. അതല്ല. എന്നോട് ദൈവം പറയുന്ന ആത്മീയം എന്താണെന്ന് വെച്ചാൽ ആത്മാവ് ഇപ്പൊ പല ജന്മം കൊണ്ടേ നമ്മൾ വന്ന് വരുന്ന ഒരു ആത്മാവാണ്. അപ്പൊ ഈ ജന്മത്തിൽ ഈ ആത്മാവിന് എന്ത് ചെയ്യണം, എന്ത് ജോലി ചെയ്യണം, ഏതൊക്കെ ഭൗതിക മേഖലകളാണ് ഇനി ആത്മാവിനെ ജയിക്കേണ്ടത്, അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ആ ആത്മീയമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് ആത്മീയൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആത്മാവിന്റെ ജോലി ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആവാനായിരിക്കും ഈ ജന്മം ആത്മാവിന് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ എഞ്ചിനീയർ ജോലി തന്നെ നമ്മൾ വന്നാൽ മാത്രമേ അതിലൂടെ സാഹചര്യങ്ങളും ഓപ്പർച്യൂണിറ്റികളും ഒക്കെ വന്ന് നമ്മൾ അതിൽ ഭയങ്കരമായി ഉയർന്നു വരും. പക്ഷെ ആ എഞ്ചിനീയർ ആവാൻ വെച്ചിരിക്കുന്ന ആ ആത്മാവ് ഒരു ഡോക്ടറായി അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധത്താൽ ഒരു ഡോക്ടറായാൽ ഒരിക്കലും ആ ആത്മാവിന് ആ ഡോക്ടർ ജോലിയിലൂടെ വളർന്നു വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് പലരും പല ക്ലിനിക്കും ഹോസ്പിറ്റലും കേട്ടിട്ട് വലിയ എഴുന്നേറ്റൊന്നും വരാതെയും പേഷ്യൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിന്റെ കാരണമേ ആത്മാവിന്റെ ജോലി അതല്ലായിരുന്നു. ചിലപ്പോൾ ആത്മാവിന്റെ ജോലി ഒരു കോൺട്രാക്ടർ ആവാനായിരിക്കും. അപ്പൊ എന്താണോ ആ മേഖല അതിലേക്ക് നമ്മൾ എത്തിയത്. കാര്യം ഓരോ ജന്മത്തിലും ഓരോ വാസനയ്ക്ക് അനുസരിച്ചാണ് ജോലി വെച്ചിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ആത്മാവിന്റെ ആ വാസനയിലൂടെ ഉള്ള ഒരു ജോലിയായിരിക്കും വെച്ചിരുന്നത്. അത് ചിലപ്പോൾ കിട്ടിയോ കിട്ടിയില്ലയോ, ഓക്കെ. അടുത്ത ജന്മത്തിൽ അടുത്തൊരു വാസന വെച്ചിട്ടാണ് അടുത്ത ഒരു ജോലി വരേണ്ടത്. അപ്പൊ ഈ ജന്മത്തിൽ ആത്മാവിന്റെ വാസന ഇതായിട്ട് പ്ലാൻ ചെയ്ത് വന്നിട്ട് അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ജോലി വരുമ്പോൾ നമുക്ക് ഉയർച്ച വരില്ല. ഇതാണ് നമ്മൾ കണ്ടെത്തി ദൈവത്തിൽ നിന്നും ആ സാമ്പത്തികവും ഉയർച്ചയൊക്കെ കിട്ടേണ്ട വഴി ശരിക്കും പറഞ്ഞാൽ ഇതാണ്. പക്ഷെ ഇതെല്ലാം കളഞ്ഞുകൊണ്ട് നമ്മൾ അച്ഛനമ്മമാർ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിരിക്കുന്നതിൽ എത്ര എനിക്ക് എത്ര അവർക്ക് മാക്സിമം എനിക്ക് അങ്ങനെ എന്ത് കിട്ടും, ഇതിലോട്ടാണ് ലക്ഷ്യം. ഒരിക്കലും ദൈവത്തിന്റെ പ്ലാനിലോട്ട് നമ്മളുടെ മനസ്സ് പോകുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സ് അത് വിട്ടിട്ട് പാരമ്പര്യമായിട്ടുള്ളത് കിട്ടിയാ കിട്ടി പോയാ പോയി വേണ്ട. നമുക്ക് എന്താണ് ദൈവം വെച്ചിരിക്കുന്നത് അത് കണ്ടെത്തുക, അതിലോട്ട് ഉയർന്നു പോവുക. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ തന്നെ നമ്മൾ കാണാറുണ്ടല്ലോ 55-ാമത്തെ വയസ്സിലായിരിക്കും ആദ്യത്തെ സിനിമ അഭിനയിച്ചത്, പിന്നെ വലിയൊരു സിനിമാ നടനായി മാറുകയും. അപ്പൊ ഈ 55 വയസ്സ് വരെ ആ മേഖല കണ്ടെത്തിയിട്ടില്ലായിരുന്നു. അതുവരെ ഏതൊക്കെയോ മേഖലയിലൂടെ കറങ്ങി യാദൃശ്ചികമായിട്ട് 50-55 വയസ്സിലാണ് ശരിക്കും ഈ സിനിമാ മേഖല അല്ലെ അഭിനയ മേഖലയിലേക്ക് വന്ന് ഉയർച്ച വരുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ചിലര് ഗൾഫിൽ പോയി അവിടെ പോയി ഇത് പോയി അത് പോയി ഇത് പഠിച്ചു അത് പഠിച്ചു അവസാനം ഇപ്പൊ ചെയ്യുന്ന ജോലിയാ ഇതുവരെ ഒന്നും ഇല്ലാത്ത പുതിയൊരു ജോലി. അതിലൂടെയാണ് ഇപ്പം ഉയർച്ചയും വരുമാനമൊക്കെ കിട്ടാൻ തുടങ്ങിയത്. അപ്പൊ ഇത്രയും മറ്റതൊക്കെ എന്തായിരുന്നു, എല്ലാം വേസ്റ്റ് ആയിപ്പോയി. അപ്പൊ ആദ്യമേ ഇതാണ് കണ്ടെത്തിയിരുന്നെങ്കിൽ ഇതിലൂടെ നല്ലൊരു ഉയർച്ച വന്നേനെ. പക്ഷെ കണ്ടെത്തിയത് എത്രാമത്തെ വയസ്സിൽ, 50-ാമത്തെ വയസ്സിലോ 45-ാമത്തെ വയസ്സിലായിരിക്കും ശരിക്കുള്ള ആ വഴി എത്തിയത്. അപ്പൊ ഇതേപോലെ നമുക്കിപ്പോ എന്റെ ഈ മെസ്സേജിലൂടെയൊക്കെ ഈ അറിവുകൾ കിട്ടി. നമ്മൾ പാരമ്പര്യമൊക്കെ കളയുക. പാരമ്പര്യത്തിൽ വന്ന് കിട്ടി പോയി അതൊക്കെ കളഞ്ഞിട്ട് എന്റേത് എന്താണെന്ന് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കും? സദാ മനസ്സിലൂടെ തന്നെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്റെ ശരിക്കുള്ള ജോലി എന്താണ്, എന്റെ നിയോഗം എന്താണ്, എനിക്കൊരു സാമ്പത്തിക ഉയർച്ചയൊക്കെ വരേണ്ടത് ഏതാണ്. അല്ലാതെ നമ്മൾ യൂട്യൂബിൽ പോലെ കാണുന്നത് പോലെ ഈ ചക്ര ഉണർത്തിയാൽ നിങ്ങൾക്ക് ലോട്ടറി, ഈ മന്ത്രം ചെയ്താൽ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ ആ ഐശ്വര്യം, ഇതൊക്കെ വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി ഓരോരുത്തർ ചെയ്യുന്ന ഓരോ മായ പരിപാടികളാണ്. ഇതിലതൊക്കെ ചെന്ന് വീഴുന്നാൽ കുറച്ച് കർമ്മഫലം നമുക്ക് അനുഭവിച്ച് തീരും. കഴിഞ്ഞ ജന്മത്തിലെയോ അനുഭവത്തെയോ കർമ്മഫലമായിട്ട് കുറെ കാശും കുറെ സമയവും നമ്മൾ ഇതിനു വേണ്ടി വേസ്റ്റായി പോകുമ്പോൾ അതിന്റെ ചെറിയ ഗുണം ഒരു സൈഡിൽ കൂടെ കിട്ടും. അല്ലാതെ ഈ ശക്തിയിലൂടെ വളർച്ചയൊന്നും ആയിരിക്കില്ല നമുക്ക് വരണത്. ദൈവം വെച്ചിരിക്കുന്ന പ്ലാൻ അവനവന്റെ ഉള്ളിലൂടെ ദർശനങ്ങളാലും ചില സ്വപ്നങ്ങളാലും അവർക്ക് അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ നിയോഗം ദൈവം അത് കാണിച്ചു തരുന്നുണ്ട്. പല രീതിയിലും കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോഴും പലരും കണ്ടുകൊണ്ടിരിപ്പുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ കഴിയാത്തതാണ്. അപ്പം എന്റെ ഈ മെസ്സേജ് അല്ല, ഇതിന് പുറകോട്ടുള്ള സകലമാന മെസ്സേജുകളുണ്ട്. അതെല്ലാം കേട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ വളർച്ച നടക്കും. നിങ്ങളുടെ ആത്മാവ് ഒത്തിരി പവർഫുൾ ആവും. പിന്നെ ഈ കാണുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. അതിലൂടെ നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താം. ഒരിക്കലും വേറൊരാൾക്ക് നിങ്ങളുടെ ഭാവി പ്രവചിക്കാനൊന്നും പറ്റൂല.
അതെല്ലാം മാറി മാറിപ്പോവും, തെറ്റിപ്പോവും. കാരണം ഇപ്പൊ നിങ്ങളുടെ ഭാവി ഇതാണ്, ഇന്ന ജോലിയാണ് എന്ന് ഒരാൾ പറഞ്ഞിട്ട് അപ്പൊ ആ ഭാവിയിൽ ആ സമയത്ത് ആ ജോലി കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിടത്ത് ചുമ്മാ ഇരിക്കുകയോ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന ജോലി ഒരിക്കലും കിട്ടാൻ പോണില്ല. പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ഉള്ളിലൂടെ നിങ്ങളുടെ ഉയർച്ച വളർച്ച എന്താണ് എങ്ങനെയാണ് എന്ന് കാണിച്ചു തന്നാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും അതിലോട്ട് നിങ്ങളുടെ മനസ്സ് വന്നിരിക്കും, നിങ്ങൾ ആ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും. അതാണ് കറക്റ്റ് വഴി. അങ്ങനെ നിങ്ങളുടെ സാമ്പത്തികവും ഉയർച്ചയൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തി നിങ്ങളിലൂടെ അത് നേടാൻ നോക്കണം. ഒരിക്കലും പാരമ്പര്യം അന്വേഷിച്ച് നടക്കരുത്. ഇതാണ് ശരിക്കുള്ള വശം. ഇനി ഇതിന്റെ മറുഭാഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാതാപിതാക്കൾ അവർക്കുള്ള സ്വത്തുക്കൾ എന്താണെന്ന് വെച്ചാൽ മക്കൾ തമ്മിൽ അടികൂടി പിരിയാതിരിക്കാനായിട്ട് അവർ തന്നെ ന്യായമായി വീതിച്ച് കൊടുത്തിരിക്കണം. പക്ഷെ വീതിച്ച് കൊടുക്കേണ്ട ജോലിയാർക്കാണ്? മാതാപിതാക്കൾക്ക്. അത് വേണോ വേണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആരാണ്? മക്കൾ. അതിൽ ആത്മീയമായി വളരണം എന്ന് ആഗ്രഹിക്കുന്ന മക്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അത് ആഗ്രഹിക്കുകയോ ചെയ്യരുത്. പകരം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്നുള്ളത് എങ്ങനെ കിട്ടാം അത് വേണം ചിന്തിക്കാൻ. പക്ഷെ മാതാപിതാക്കൾ ഇപ്പൊ മോക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും, അല്ലെ മോൾ അതിൽ താല്പര്യം കാണിക്കുന്നില്ല, അല്ല മകൻ താല്പര്യം കാണിക്കുന്നെങ്കിൽ പോലും മകനെ നിനക്ക് നിന്റെ പങ്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ അത് ചെയ്യണം. അത് ചെയ്യാതിരുന്നാൽ അതിന്റെ കർമ്മഫലമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ, അതായത് ഇതിന്റെ ഒരു ശിക്ഷ എന്നോണം മാതാപിതാക്കളുടെ ആത്മാക്കൾക്ക് അത് അനുഭവിക്കേണ്ടതായിട്ട് വരും. കാരണം അത് അവർ ചെയ്യേണ്ട കടമയാണ്. അതുപോലെ തന്നെ സഹോദരൻ്റെ സഹോദരി കൂടുതൽ തട്ടിയെടുക്കാനായിട്ട് അവിടെ പല കള്ളത്തരങ്ങളും അതും ഇതും വേലത്തരങ്ങളും ദുർശക്തികളെ ആശ്രയിക്കൽ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ ചെയ്ത് എനിക്ക് കൂടുതൽ വേണം എന്നൊക്കെ ആഗ്രഹിച്ച് ആരെങ്കിലും ബഹളം വെക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ടുകൊടുക്കുക. എന്റെ മെസ്സേജ് കേൾക്കുന്നവർ ആത്മീയ ലെവലിൽ വരേണ്ടവരാണ്. അവര് ഇതിന് എതിരായിട്ട് കിടന്ന് ബഹളം കാണിക്കാൻ നിൽക്കരുത്, അങ്ങ് കളയുക, കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ അവരതുകൂടി വാങ്ങിച്ച് അതും കൂടെ എടുത്ത് അവരങ്ങ് തൊലഞ്ഞു പോണെങ്കിൽ പോട്ടെ, നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ദൈവം തരുമല്ലോ. അപ്പൊ അതുകൊണ്ടങ്ങ് വിട്ടുകൊടുക്കുക, കൊണ്ടുവയ്ക്കോ, നിനക്കുള്ളത് ദൈവം തരും, ദൈവം ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വിട്ടുകൊടുക്കണം. അല്ലാതെ അതിനെതിരെ കിടന്ന് വെപ്രാളം പിടിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെ കിടന്ന് പുകഞ്ഞ് നമ്മളെ ജന്മം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് എന്താണ്, അതിലോട്ട് നമ്മൾ ലക്ഷ്യം വെക്കുക. ഓക്കെ, ഇനി അടുത്ത ചില കാര്യം അടുത്തേ